ഞാനൊന്ന് പി ആർ സുനിലേക്ക് കൂടി ഒന്ന് പോയാൽ പി ആർ സുനിൽ ഇപ്പോൾ മധുരയിൽ ഇത് മൂന്നാമത്തെ കോൺഗ്രസ് ആണ് നടക്കുന്നത്, CPM-ന്റെ എന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ നടക്കുന്നത് അഞ്ചാമത്തെയോ മറ്റോ കോൺഗ്രസ് ആണ്. ഈ CPM ഉണ്ടായതിനു ശേഷം അത്രയും ആയിട്ടില്ല. 1953 ആദ്യത്തെ കോൺഗ്രസ് നടക്കുന്നതിനെ കുറിച്ച് ഞാനിപ്പോൾ വായിച്ചപ്പോൾ ഈ അജയ് ഘോഷ് അവിടെ പങ്കെടുക്കാൻ വരുമ്പോൾ, അന്ന് ജനറൽ സെക്രട്ടറി അജയ് ഘോഷ് ആണല്ലോ, വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമൊക്കെയാണ് മധുര ഒരുക്കിയിരുന്നത്. മധുര നഗരത്തിലായിരുന്നു അത് നടന്നത്. ഇക്കുറി 24ാം കോൺഗ്രസിന് ആതിഥ്യം അരുളുമ്പോൾ മധുര എങ്ങനെയായിരിക്കും? ആ രീതിയിലുള്ള വലിയ ആവേശമൊക്കെ ഇത്തവണയും കാണാനുള്ള സാധ്യത നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും പുതിയ പാർട്ടി സെക്രട്ടറി ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. സാധ്യതകൾ എന്താണ് പി ആർ സുനിൽ? നമ്മൾ ഇതിപ്പോൾ കേവല സാധ്യതകൾ മാത്രമാണ് പറയുന്നത്. അരുൺ, എന്തായാലും ജനറൽ സെക്രട്ടറി എന്നത് നമുക്കറിയാം, സീതാറാം യെച്ചൂരിയെ പോലെ ഉള്ള ഒരു പ്രധാനപ്പെട്ട തലപ്പൊക്കമുള്ള ഒരു നേതാവിൻ്റെ അഭാവത്തിലാണ് CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരാൻ പോകുന്നത്. സീതാറാം യെച്ചൂരി അന്തരിച്ച ശേഷമാണ് ജനറൽ സെക്രട്ടറി ആരെയും നിയമിക്കാതെ ദേശീയ കോർഡിനേറ്ററായി പ്രകാശ് കാരാട്ടിനെ തീരുമാനിച്ചത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 75 വയസ്സ് എന്നത് CPIM ദേശീയ നേതൃത്വം കർശനമായി നടപ്പാക്കുകയാണെങ്കിൽ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യിലുള്ള 6 പേരായിരിക്കും പുറത്തേക്ക് പോവുക. അതിൽ പ്രകാശ് കാരാട്ടുണ്ടാകും, ബൃന്ദ കാരാട്ടുണ്ടാകും, സൂര്യകാന്ത് മിശ്രയുണ്ടാകും, അതുപോലെ തന്നെ മറ്റ് നിരവധി നേതാക്കൾ അക്കൂട്ടത്തിലുണ്ടാകും, പ്രധാനപ്പെട്ട നേതാക്കൾ. അപ്പോൾ ഈ 75 വയസ്സ് തികയാത്ത മറ്റേതൊക്കെ നേതാക്കൾക്ക് സാധ്യതയുണ്ട് എന്ന് പരിഗണിച്ചാൽ ഒരുപക്ഷെ MA ബേബിയുടെ പേര് പരിഗണിക്കാം, A വിജയരാഘവൻ്റെ പേര് പരിഗണിക്കാം, അതല്ലെങ്കിൽ അശോക് ദാവഡിയുടെ പേര് പരിഗണിക്കാം. അങ്ങനെയുള്ള പേരുകളാണ് പ്രധാനമായും. രാഘവലു, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള രാഘവലു. പക്ഷേ ഇതിൽ നമുക്കറിയാം സംഘടനാപരമായ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന, അല്ലെങ്കിൽ അക്കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്ന, അക്കാര്യങ്ങളിൽ ഓർഗനൈസ് കപ്പാസിറ്റി ഉള്ള നേതാക്കൾ എന്നുള്ള നിലയിലായിരിക്കും ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളെ പരിഗണിച്ച് കൊണ്ടുവരിക. ആ ഒരു നിലയിൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായും MA ബേബിയുടെ പേരിന് വലിയ പ്രാധാന്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആ നിലയിൽ ചർച്ചകൾ വരാം. അതല്ലെങ്കിൽ A വിജയരാഘവൻ്റെ പേര് വരാം, അതല്ലെങ്കിൽ അശോക് ദാവഡെ. കർഷക സമരത്തിനൊക്കെ തന്നെ നേതൃത്വം നൽകി മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ദാവഡെ ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധ നേടിയ ഒരു നേതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേരും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എന്നത് CPM-നെ സംബന്ധിച്ച് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് തന്നെയായിരിക്കും മധുരയിൽ നടക്കാൻ.